ഹായ് ഓൾ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്ത് നിർത്തിയത് സെക്കൻഡ് മോഡ്യൂളിനകത്തെ ഫൗണ്ടേഷൻ ഡിസൈനാണ്. ഫൗണ്ടേഷൻ ഡിസൈനകത്തെ സ്ക്വയർ ഫൗണ്ടേഷനാണ് കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, ആ സെയിം സ്റ്റെപ്സുകളും ആ സെയിം കോൺസെപ്റ്റുകളും യൂസ് ചെയ്തുകൊണ്ടാണ് അടുത്ത കേസ് പോകുന്നത്. അപ്പം ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൗണ്ടേഷൻ ഡിസൈൻ ഡിഫറെൻറ്റ് കേസായിട്ട് പഠിക്കേണ്ട. ഓരോ കേസും ഓരോ ഡിസൈനാണ്, ഓരോ ടൈപ്പ് ഫൗണ്ടേഷനാണ്. അപ്പം ആ ഒരു ഫൗണ്ടേഷൻ ഡിസൈൻ്റെ സ്റ്റെപ്സുകളെല്ലാം കോമൺ ആണ്. ചെറിയ കാര്യങ്ങൾക്ക് മാത്രം ഒരു ചെറിയ വ്യത്യാസം വരുന്നു എന്നതേ ഉള്ളൂ. ബാക്കിയുള്ള കോൺസെപ്റ്റുകളെല്ലാം ഒരേപോലെയാണ്. അപ്പം ഒരു സ്ക്വയർ ഫൗണ്ടേഷൻ ക്ലിയർ ആയിട്ട് പഠിച്ച അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് മനസ്സിലായ ഒരു സ്റ്റുഡൻറ്റിന് റെക്റ്റാങ്കുലർ, ഇനിയിപ്പോൾ പഠിക്കാൻ പോകുന്ന റെക്റ്റാങ്കുലർ ഫൗണ്ടേഷൻ കുറച്ചുകൂടെ സിമ്പിൾ ആയിരിക്കും. ഓക്കെ, ചെറിയ വ്യത്യാസം, അത് 1 വേ ഷിയർ 2 വേ ഷിയർ ഒക്കെ വരുന്ന സമയത്തുണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ മാത്രമൊക്കെയാണ് പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പം രണ്ടാമത്തെ കേസാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കോൺസെൻട്രിക്കലി ലോഡഡ് റെക്റ്റാങ്കുലർ ഫൂട്ടിംഗ് വിത്ത് യൂണിഫോം തിക്നെസ്. എല്ലായിടത്തും യൂണിഫോം തിക്നെസ് ആണ്. സ്ക്വയർ ഫൂട്ടിംഗ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ റെക്റ്റാങ്കുലർ ഫൂട്ടിംഗ് ആണെന്നുണ്ടെങ്കിലും എല്ലായിടത്തും യൂണിഫോം തിക്നെസ് ആണ്. നേരത്തെ പഠിച്ചത് സ്ക്വയർ ഫൗണ്ടേഷൻ, ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് റെക്റ്റാങ്കുലർ ഫൗണ്ടേഷൻ. ഓക്കെ, അപ്പം സെയിം സ്റ്റെപ്സുകളെല്ലാം സെയിം ആണ്. അപ്പം ഏകദേശം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ സ്ക്വയർ ഫൂട്ടിങ്ങിൻ്റെ ആ എഴുതി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അത് പഠിച്ച നോട്ട്സും കൂടെ എടുത്ത് വെച്ച് കൈ വെക്കുക. അപ്പോൾ എവിടെയാണ് ചേഞ്ച് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് നോക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഡിസൈൻ ക്വസ്റ്റ്യൻ പറയാം. ഡിസൈൻ എ റെക്റ്റാങ്കുലർ ഫൂട്ടിംഗ് ഓഫ് യൂണിഫോം തിക്നെസ് ഫോർ എ റീഇൻഫോഴ്സ്ഡ് കോളം ബെയറിംഗ് എ വെർട്ടിക്കൽ ലോഡ് ഓഫ് 600 kN. ഓക്കെ, ഇവിടെ ആകെപ്പാടെ കഴിഞ്ഞ ക്വസ്റ്റ്യനകത്ത് ഡെഡ് ലോഡും ലൈവ് ലോഡും തന്ന ആ ഒരു സ്ഥാനത്ത് ഇവിടെ ആകെപ്പാടെ ഒരൊറ്റ വെർട്ടിക്കൽ ലോഡ് മാത്രമേ ഉള്ളൂ, ദാറ്റ് ഇസ് 600 kN ആൻഡ് ഹാവിങ് ബേസ് സൈസ് ഓഫ് 400/600 mm. അത് കോളത്തിൻ്റെ സൈസാണ് പറയുന്നത്. അപ്പോൾ റെക്റ്റാങ്കുലർ ഫൂട്ടിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് റെക്റ്റാങ്കുലർ കോളം തന്നെയായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. So 400/600 mm. The SPC of the soil may be taken as 120 kN/meter square. Then use M20 concrete and Fe 415 grade material. അപ്പോൾ ഇത്രയുമാണ് ക്വസ്റ്റിനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റിനെ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് എടുത്തെഴുതുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ കഴിഞ്ഞ ചെയ്തത് മാതിരി തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗിവൺ ഡേറ്റ. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതുകയാണ്. ഫസ്റ്റ് വെർട്ടിക്കൽ ലോഡ്, കോളത്തിൻ്റെ സൈസ് 400/600 mm, സോയിൽ ബെയറിംഗ് ഇസ് 120 kN/meter square, Fy is equal to 415 and Fck is equal to 20 N/mm². ഇത് കഴിഞ്ഞതുപോലെ തന്നെ തന്നിരിക്കുന്ന ഡേറ്റാസ് എടുത്തെഴുതി. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് സൈസ് ഓഫ് ദ ഫൂട്ടിംഗ്. ആ സെക്കൻഡ് സ്റ്റെപ്പിനകത്തും വ്യത്യാസമില്ല. സൈസ് ഓഫ് ഫൂട്ടിംഗ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A is equal to P/SPC എന്ന് പറയുന്ന ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനകത്ത് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് കോളം ലോഡ് പ്ലസ് സെൽഫ് വെയ്റ്റ് ഓഫ് ദ ഫൂട്ടിംഗ് കൂടെ ചേരുന്നതാണ്. ഓക്കെ, അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോളത്തിൻ്റെ ലോഡിൻ്റെ കൂടെ സെൽഫ് വെയ്റ്റ്, അതായത് ഫൂട്ടിങ്ങിൻ്റെ സൈസ് അറിയത്തില്ല. അപ്പം സൈസ് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഒറിജിനൽ സെൽഫ് വെയ്റ്റ് ഉള്ളൂ, അത് ലാസ്റ്റിൽ നമുക്ക് അറിയാനും പറ്റുള്ളൂ. സോ അപ്പം ആദ്യം ഒരു സെൽഫ് വെയ്റ്റ് ആയിട്ട് ഇത്ര % അസ്യൂം ചെയ്ത് കൊടുക്കുന്നു. അത് സെൽഫ് വെയ്റ്റ് ഓഫ് ദ ഫൂട്ടിംഗ് എന്ന് പറയുന്നത് അസ്യൂം ചെയ്യുന്ന കോളത്തിൻ്റെ തന്നെ ഒരു ചെറിയ ഒരു ലോഡിൻ്റെ % ആണ്. അതാണ് പി ലോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. കോളം ലോഡ് പ്ലസ് സെൽഫ് വെയ്റ്റ് ഓഫ് ദ ഫൂട്ടിംഗ് ആണ്. ദെൻ ഇനി സെൽഫ് വെയ്റ്റ് ഓഫ് ദ ഫൂട്ടിംഗ് എന്ന് പറയുന്നത് 10% ഓഫ് കോളം ലോഡാണ്. ഓക്കെ, ദെൻ 10% ഓഫ് കോളം ലോഡ്. ഇവിടെ ഡെഡ് ലോഡും ലൈവ് ലോഡും ഒന്നുമില്ല, ആകെപ്പാടെ ഒരൊറ്റ വെർട്ടിക്കൽ ലോഡേ ഉള്ളൂ, ദാറ്റ് ഇസ് 600. സോ അതിൻ്റെ 10% എടുക്കുന്നു. സോ 10% എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് 60 kN. അതായത് സെൽഫ് വെയ്റ്റ് ആയിട്ട് കൊടുക്കേണ്ട ലോഡ് എന്ന് പറയുന്നത് 60 kN ആണ്. സോ വീണ്ടും എഗെയിൻ പി ഇക്വേഷനകത്തേക്ക് വരുന്നു. 600 + 60 is equal to 660 kN. ഓക്കെ, അപ്പോൾ ടോട്ടൽ ലോഡ് പിയുടെ വാല്യൂ കിട്ടി. അപ്പോൾ ഈ ഒരു ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് A is equal to P എന്ന് പറയുന്നത് 660. ദെൻ SBC ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ളത് എത്രയാണ്? 120 ആണ്. സോ ആ 120 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് എത്ര കിട്ടി? 5.5 m². ഓക്കെ, അപ്പം ഏരിയ കിട്ടി. ഓക്കെ, ഇനി പറയുന്നത് ഈ ഒരു കോളം റെക്റ്റാങ്കുലർ ആണ്. കോളം അല്ല, ഫൂട്ടിംഗ് എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ ആണ്. സോ ആ ഒരു ഷേപ്പ്, ആ ഒരു സൈസ് കണ്ടുപിടിക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് സിൻസ് ദ കോളം
ഈസ് റെക്റ്റാങ്കുലർ ഇൻ ഷേപ്പ് ദ ഫൂട്ടിംഗ് ക്യാൻ ഓൾസോ ബി റെക്റ്റാങ്കുലർ വിത്ത് ഈക്വൽ പ്രൊജക്ഷൻ ഓൾ സൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. നടുക്ക് തന്നിട്ടുള്ള കോളത്തിൻ്റെ സൈസാണ് പറയുന്നത്. അപ്പോൾ അതിനകത്തെ 0.6 എന്ന് പറയുന്നത് ഈ ഡയറക്ഷനും അതേപോലെ തന്നെ 0.4 എന്ന് പറയുന്നത് ഈ ഡയറക്ഷനുമാണ് എടുക്കേണ്ടത്. അതെപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ. ദെൻ ലെങ്ത്തിൻ്റെ സെയിം പാരലായിട്ട് വേണം ലാർജർ ഡയമെൻഷൻ എപ്പോഴും കോളത്തിൻ്റെത് വരാൻ വേണ്ടിയിട്ട്. ബിക്ക് പാരലായിട്ട് വേണം സ്മോളർ ഡയമെൻഷൻ എപ്പോഴും കോളത്തിൻ്റെ വരാനായിട്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. ഓക്കെ. അപ്പോൾ ആ കോളത്തിൻ്റെ സൈസും കോളവും കാണിച്ചിട്ടുണ്ട്. അപ്പം ഈ കോളത്തിൻ്റെ ഈ സൈഡിലേക്കും അതായത് കോളത്തിൻ്റെ 4 സൈഡിലേക്കും ഈക്വൽ പ്രൊജക്ഷനാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. ഓക്കെ. ആ പ്രൊജക്ഷൻ എത്രയാണെന്നുള്ളത് അസംഷനാണ്. അങ്ങനെ ഒരു വാല്യൂ ഒന്നുമില്ല. അപ്പോൾ എത്ര പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് എടുത്തേക്കുന്നത്. സോ ഈക്വൽ പ്രൊജക്ഷനാണ് അസ്യൂം ചെയ്തേക്കുന്നത്. സോ അതാണ് 4 സൈഡിലേക്കും കാണിച്ചത്. പിന്നെ ഫൂട്ടിങ്ങിൻ്റെ വിഡ്ത്തും ലെങ്തും കാണിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഫിഗർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിനകത്തു നിന്ന് ലെങ്ത്തിന് ഇക്വേഷൻ എഴുതാൻ പറ്റും. എങ്ങനെ ലെങ്ത്തിന് ഇക്വേഷൻ എഴുതാൻ പറ്റും? ഇതാണ് ലെങ്ത്. അപ്പോൾ ഇതെങ്ങനെ ഇക്വേഷൻ ചെയ്യാൻ പറ്റും? ഇങ്ങോട്ട് 0.6 ഉണ്ട്, പ്ലസ് ഇങ്ങോട്ട് ഒരേയുണ്ട്, ഇങ്ങോട്ട് ഒരേയുണ്ട്. സോ 0.6 + 2a. അതേപോലെ തന്നെ ബിക്ക് ഇക്വേഷൻ എഴുതാനായിട്ട് പറ്റും. ബിക്കൊരു ഇക്വേഷൻ എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.4 + a + a. അപ്പം എത്രയാണ്? +2a. ഓക്കെ. അങ്ങനെയാണ് ഫൗണ്ടേഷൻ്റെ ലെങ്തും വിഡ്ത്തും കാണിച്ചേക്കുന്നത്. മനസ്സിലായോ? ഫൗണ്ടേഷൻ്റെ ലെങ്തും വിഡ്ത്തും കാണിച്ചേക്കുന്നത് അങ്ങനെയാണ് ഇക്വേഷൻ എടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ടോട്ടൽ ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് 5.5 m² ആണ്. അപ്പം റെക്റ്റാങ്കുലർ ഫൗണ്ടേഷനാണ്. ഓക്കെ. അപ്പം ലെങ്തും കിട്ടി, വിഡ്ത്തും കിട്ടി, ടോട്ടൽ ഏരിയയും അറിയാം. സോ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ചെയ്യുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്? 5.5 എന്ന് പറയുന്നത്. സോ അതിനകത്തുനിന്ന് എല്ലും ബിയും ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ. അപ്പം ലെങ്തും കൊടുത്തു, വിഡ്ത്തും കൊടുത്തു, ദെൻ 5.5. ഓക്കെ. നെക്സ്റ്റ് എന്താണ് ചെയ്യുന്നത്? അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന പറഞ്ഞാൽ ഇതും മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ അടുത്തത് എന്താണ്? ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. ഈ വാല്യൂ കിട്ടി. നെക്സ്റ്റ് പിന്നെ ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു ഫസ്റ്റ്. പിന്നെന്താണ്? ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. ഈ ആൻസറും കിട്ടി. ഓക്കെ ആണല്ലോ? സോ നമുക്കതിന് ശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ബേസിസിലേക്കായിട്ടുണ്ട്. സോ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് വരുമ്പം എ എന്ന് പറയുന്ന വാല്യൂ 1.847 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എയുടെ വാല്യൂ = 1.847 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടി. സോ എയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലെങ്ത്തും വിഡ്ത്തും കണ്ടുപിടിക്കുന്നതിനകത്ത് വലിയ ഡൗട്ട്സ് ഒന്നും വരത്തില്ല. സോ ലെങ്ത് എന്ന് പറയുന്നത് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു 0.6 + 2a ആണെന്ന്. സോ എയുടെ വാല്യൂ ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. ദെൻ 2a മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ. 2a മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ദാറ്റ് ഈസ് ഇത്. നെക്സ്റ്റ് വിഡ്ത്തും അതേപോലെ തന്നെ. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് അഡോപ്റ്റ് സൈസ്. അപ്പോൾ നമുക്ക് സൈസ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കിട്ടുന്ന സൈസ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇവിടെ ഒന്ന് 2.447 ഒന്ന് 2.247 ആണ്. ഓക്കെ. രണ്ടും വാല്യൂ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം രണ്ടും 2.4 അല്ലെങ്കിൽ 2.2 ആണ്. സോ നമുക്ക് വേണ്ടത് ഒരു റെക്റ്റാങ്കുലർ ഫൂട്ടിംഗ് ആണ്. സോ റെക്റ്റാങ്കുലർ ഫൂട്ടിങ്ങിന് നമുക്കൊരു സൈസ് റെക്റ്റാങ്കുലറായിട്ട് തന്നെ ലെങ്ത് കുറച്ച് കൂടുതലും അതേപോലെ തന്നെ വിഡ്ത്ത് കുറച്ച് കുറഞ്ഞതുമായിട്ട് എടുക്കണം. എന്നാൽ ഒട്ട് നമുക്ക് കിട്ടേണ്ടത് 2.2ഉം 2.4ഉം സാറ്റിസ്ഫൈ ചെയ്യുകയും വേണം. അപ്പോൾ അതിൽ കൂടുതലായിട്ടുള്ളൊരു സൈസ് എടുത്താൽ മതി. അപ്പോൾ ലെങ്ത് ഇപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് 2.4 ആണ്. ഓക്കെ. 2.4ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 3 എടുക്കാം. ഓക്കെ. ദെൻ വിഡ്ത്ത് എന്ന് പറയുന്നത് 2.2 ആണ്. അപ്പോൾ 3യെക്കാട്ടി കുറച്ച് കുറഞ്ഞ് നിൽക്കണമെന്നേ ഉള്ളൂ. 2.5ഉം സെലക്ട് ചെയ്തു. ഓക്കെ.
ഇനി നമ്മൾ നോക്കണം ഈ എടുത്തിരിക്കുന്ന ഏരിയ ഇതിനകത്ത് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നോക്കുക. അപ്പം അതിനകത്ത് ഏരിയ പ്രൊവൈഡ് ഈസ് ഈക്വൽ ടു കൊടുത്തിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് 3 × 2.5 ആണ്. അപ്പം 3 × 2.5 ആണ് നമ്മൾ കൊടുത്തേക്കുന്ന ഏരിയ. സോ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 7.5 മീറ്റർ സ്ക്വയർ ആണ്. പക്ഷെ നമുക്ക് വേണ്ടിയിരുന്നത് എത്രയായിരുന്നു? 5.5 മീറ്റർ സ്ക്വയർ ആയിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷെ നമ്മളിപ്പം കൊടുത്തിട്ടുള്ളത് അതിനേക്കാട്ടി ഹയറായിട്ട് ഏരിയ കിട്ടുന്ന സൈസസ് ആണ്. സോ അതുകൊണ്ട് ഇത് എന്താണ്? സാറ്റിസ്ഫൈ ആണ് എന്ന് പറയാനായിട്ട് പറ്റും. നെക്സ്റ്റ് അടുത്ത് ചെയ്യേണ്ടത്, അപ്പോൾ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പുകളെല്ലാം സ്ക്വയർ ഫൂട്ടിങ്ങിനകത്ത് ചെയ്ത അതേ സ്റ്റെപ്പുകൾ തന്നെയാണ്. ആക്ച്വൽ സോയിൽ പ്രഷർ. സോ ആക്ച്വൽ സോയിൽ പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് P ഏരിയ പ്രൊവൈഡഡ്. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 600 വാല്യൂ മാത്രമേ എടുക്കാവൂ. സൾഫേറ്റ് ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ എടുക്കാനായിട്ട് പാടില്ല. കോളം എത്ര ലോഡാണോ താഴേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ലോഡിനെ മാത്രമേ ചൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ആക്ച്വൽ സോയിൽ പ്രഷർ കണ്ടുപിടിക്കുന്ന സമയത്ത്. ഓക്കെ, ഏരിയ പ്രൊവൈഡ് എന്ന് പറയുന്നത് 3 × 2.5, സോ 80 kN/m². ദെൻ ഫാക്ടേർഡ് സോയിൽ പ്രഷർ. അപ്പോൾ ഫാക്ടേർഡ് സോയിൽ പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്? 1.5 × 80, ദാറ്റ് ഈസ് ഈക്വൽ ടു 120 kN/m². നെക്സ്റ്റ് വരുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ഡെപ്ത് ഓഫ് ഫൂട്ടിംഗ് എന്ന് പറയുന്നതാണ്. ഡിറ്റർമിനേഷൻ ഓഫ് ഡെപ്ത് ഓഫ് ഫൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് നമുക്കറിയാം. നമുക്കവിടെ 3 കാറ്റഗറി ഉണ്ട്. ഒന്ന് കറസ്പോണ്ടിങ് ടു ബെൻഡിങ് മൊമെൻറ്റ്, പിന്നെന്താണ് കറസ്പോണ്ടിങ് ടു വൺ വേ ഷിയർ, കറസ്പോണ്ടിങ് ടു ടു വേ ഷിയർ. അപ്പോൾ ഇങ്ങനെ 3 കാറ്റഗറിയെ ബേസ് ചെയ്തിട്ടാണ് ഡെപ്ത് ഫിക്സ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് എടുക്കുന്നത് കറസ്പോണ്ടിങ് ടു ബെൻഡിങ് മൊമെൻറ്റ്. കറസ്പോണ്ടിങ് ടു ബെൻഡിങ് മൊമെൻറ്റ് നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പം ഓക്കെ, കറസ്പോണ്ടിങ് ടു ബെൻഡിങ് മൊമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ സ്ക്വയർ ഫൂട്ടിങ്ങിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ സ്ക്വയർ ആയതുകൊണ്ട് ഒന്നുകിൽ നമുക്ക് എക്സ് ആക്സിസിന് പാരലായിട്ട് അല്ലെങ്കിൽ വൈ ആക്സിസിന് പാരലായിട്ട് ഏതെങ്കിലും ഒരു ആക്സിസിന് പാരലായിട്ട് നമ്മൾ എടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇത് റെക്റ്റാങ്കുലർ ഫൂട്ടിംഗ് ആയതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഡയറക്ഷന് പാരലായിട്ട് നമുക്ക് എന്തെടുക്കാനാണ്? ബെൻഡിങ് മൊമെൻറ്റ് ആണെങ്കിലും വൺ വേ ഷിയർ ആണെങ്കിലും ടു വേ ഷിയർ ആണെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ അങ്ങനെ വരുമ്പോൾ റെക്റ്റാങ്കുലർ ഫൂട്ടിംഗ് ആകുന്ന കേസിൽ നമ്മൾ 2 രീതിയിലും ചെയ്യും. 2 ആക്സിസിന് പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്യും? സെക്ഷൻസിനെ കൺസിഡർ ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് നോക്കിക്കേ, ബെൻഡിങ് മൊമെൻ്റ് ആണ്. ബെൻഡിങ് മൊമെൻ്റ് ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ക്രിട്ടിക്കൽ സെക്ഷൻ കോളത്തിൻ്റെ ഫേസിൽ കൂടെ താഴേക്ക് വരയ്ക്കുക. ഇങ്ങനെയായിരുന്നു ക്രിട്ടിക്കൽ ഫേസ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, സ്ക്വയർ ഫൂട്ടിംഗ് വെച്ചിട്ട് പഠിച്ചിട്ടുണ്ടാകുന്നത്. ഓക്കെ ഓക്കെ താഴേക്ക് വരച്ചു. അപ്പോൾ നമ്മുടെ ഫിഗർ എന്ന് പറയുന്നതാണ്ട് ഇതാണ് നമ്മൾ ഫിഗറായിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇത് വരും കോളം. ഓക്കെ, അപ്പം ഇത്രയും പോർഷൻസ് ആണ് ഹാച്ച് ചെയ്ത് കിടക്കുന്ന പോർഷൻസ്. സോ ഇതായിരിക്കും എടുത്ത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇതെങ്ങനെയാണ്? സ്ക്വയർ ഫൂട്ടിങ്ങിന് നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്ത് പഠിച്ചു വന്നിട്ടുള്ളത്. ഇതാണ് കോളത്തിൻ്റെ ഫേസ്. സെക്ഷനകത്തൂടെ ഒരു ലൈൻ വരച്ച് കോളത്തിൻ്റെ അതേ സൈഡിൽ കൂടെ. ഓക്കെ, നമുക്ക് കാണാൻ പറ്റുന്നത് സെക്ഷൻ വെച്ചിട്ട് വരയ്ക്കാൻ പറ്റുന്നത് ഈ ഒരു ഫിഗർ മാത്രമാണ്. അപ്പം ഇതെന്താണ്? ഇങ്ങനെ വരയ്ക്കുന്നത് വൈ ആക്സിസ് ആണ്. സോ വൈ ആക്സിസിന് പാരലായിട്ടാണ് നമ്മൾ സെക്ഷൻ എടുത്തേക്കുന്നത്. ഓക്കെ, നമുക്കതിനെ വേണമെങ്കിൽ മേജർ ആക്സിസ് എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യാം. കാരണം സ്ക്വയർ ഫൂട്ടിങ്ങിനകത്തും നമ്മൾ പഠിച്ചിട്ടുള്ളത് ആ സെക്ഷന് നമുക്ക് കാണാൻ പറ്റുന്ന സെക്ഷൻ്റെ ഫിഗർ വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു ഹാച്ച് ചെയ്ത പോർഷൻ ഇതായതുകൊണ്ടാണ് ഞാനിതിനെ മേജർ ആക്സിസ് എന്ന് വിളിച്ചത്. സാധാരണ എക്സ് ആക്സിസിനെയാണ് മേജർ ആക്സിസ് എന്നും വൈ ആക്സിസിന് പാരലായിട്ട് വരുന്നതിനെയാണ് മൈനർ ആക്സിസ് എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഞാൻ ഇതിനെ മേജർ ആക്സിസ് എന്ന് വിളിക്കാനുള്ള റീസൺ നമ്മൾ സ്ക്വയർ ഫൗണ്ടേഷനകത്തും ഇങ്ങനെ വരച്ച് അല്ലെങ്കിൽ ഈ ഒരു ഫിഗറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിച്ചു പോയത്. സോ അതുകൊണ്ട് അതിനെ മേജർ ആക്സിസ് എടുക്കുന്നു. അല്ലെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻസ് വരുന്നവർക്ക് പാരലൽ ടു വൈ ആക്സിസ് എന്ന് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗർ ആവശ്യമുണ്ട്. ഓക്കെ, ഈ ഒരു ഫിഗർ വെച്ചും ചെയ്യണം. പക്ഷേ ഇവിടെ ഈ ഒരു ഫിഗർ വെച്ച് മാത്രം നമുക്ക് ഡെപ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടും പറ്റത്തില്ല. കാരണം എന്താണ്? റെക്റ്റാങ്കുലർ ആണ്. അപ്പോൾ നമ്മൾ വൈ ആക്സിസിന് പാരലൽ എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസ് കൂടെ കൺസിഡർ ചെയ്യണം. അപ്പോൾ എക്സ് ആക്സിസ് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വൈ ആക്സിസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. നമ്മൾ സ്ക്വയർ ഫൗണ്ടേഷൻ അത് പഠിച്ച് അതേപോലെ തന്നെ ചെയ്യുക.
ഓക്കെ, ഇനി എക്സ് ആക്സിസ് വേണം. എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ഇത് അടുത്ത ആ സെയിം ഫൗണ്ടേഷൻ്റെ പ്ലാൻ തന്നെയാണ്. ഓക്കെ, ഇതിനകത്ത് കോളം ഇതാണ് കോളം. ഓക്കെ, നമുക്കറിയാം എക്സ് ആക്സിസ് എന്ന് പറഞ്ഞതാണ് ഇങ്ങനെയാണ്. പക്ഷെ നമുക്കിതൊരിക്കലും സെക്ഷനകത്ത് ഇതിനെ കാണിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ എക്സ് ആക്സിസിന് പാരലായിട്ട് ചെയ്യുമ്പോൾ ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. എക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് എക്സ് ഡയറക്ഷൻ. സോ കോളത്തിൻ്റെ ഫേസ് എക്സ് ഡയറക്ഷൻ ഇതാണ്ട് ഇവിടെയാണ്. സോ ഇതിനകത്തൂടെ മുട്ടിച്ച് ഇതാണ്ടേ ഇങ്ങനെ ഒരു സെക്ഷൻ എടുക്കുക. അതാണ്ട് ഈ പോർഷൻസ് എന്ത് ചെയ്യുക, ഹാച്ച് ചെയ്യുക. സോ ഈ ഹാച്ച് ചെയ്ത പോർഷനാണ് ഇവിടെ ഞാൻ മൈനർ ആക്സിസ് എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ പാരലൽ ടു എക്സ് ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയോ? ഈ രണ്ട് ഡയറക്ഷനിലും എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ബെൻഡിങ് മൊമെൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം ഡെപ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ക്ലിയർ ആയോ? ഈ രണ്ട് ഡയറക്ഷനിലും ഹാച്ച് ചെയ്ത പോർഷൻസ് ആവശ്യമുണ്ട് റെക്റ്റാങ്കുലർ ഫൗണ്ടേഷൻ്റെ കേസിൽ. ഓക്കെ, സ്ക്വയർ ഫൂട്ടിങ്ങിനകത്ത് ചെയ്തതുപോലെ തന്നെ ഉണ്ട്. അത് വൈ ആക്സിസിന് പാരലായിട്ട്. എക്സ് ആക്സിസിന് നമുക്ക് സെക്ഷനകത്തുനിന്ന് വരച്ച് കാണിക്കാനായിട്ട് പറ്റത്തില്ല. സോ അതുകൊണ്ട് എന്ത് ഓർക്കുക, കോളത്തിൻ്റെ ഫേസിൽ കൂടെ തന്നെ ഈ ഡയറക്ഷൻ്റെ എക്സ് ആക്സിസ് ആണ്, ഈ ഡയറക്ഷനിൽ വരയ്ക്കുക. നമുക്ക് ഏതെങ്കിലും ഒരു സൈഡ് കാണിച്ചാൽ മതി. ഇവിടെ ഹാച്ച് ചെയ്ത് കാണിക്കുക. ഈ ഹാച്ച് ചെയ്ത പോർഷനാണ് ആവശ്യമുള്ളത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പം ഈ കാര്യങ്ങൾ ഓർക്കുക. ഇത് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ കേസിൽ മാത്രമല്ല, 1 വേ ഷിയറിനും 2 വേ ഷിയറിനും എല്ലാം നമുക്കിത് ആവശ്യമുണ്ട്. ഈ രീതിയിൽ തന്നെയാണ് കോൺസെപ്റ്റ് പോകുന്നത്. വൈ ആക്സിസിന് പാരലായിട്ടും എക്സ് ആക്സിസിന് പാരലായിരിക്കും. ഓക്കെ, ഇത് ബെൻഡിങ് മൊമെൻറ്റ് ആയതുകൊണ്ട് കോളത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെ എന്ത് പോകണം, സെക്ഷൻസ് വരച്ചിട്ട് വേണം ഹാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫസ്റ്റ് മൈനർ ആക്സിസ് എന്ന് പറയുന്നത് എലോങ് എക്സ് ഡയറക്ഷൻ. എലോങ് എക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ്ടേ ഈ ഒരു ഫസ്റ്റ് ഫിഗർ, ഈ ഒരു ഫിഗറാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ഫിഗറിനെ മാത്രമായിട്ട് ഇവിടെ എടുത്ത് വരച്ചിട്ടുണ്ട്. സോ ബെൻഡിങ് മൊമെൻറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇക്വേഷനകത്തൊന്നും ഒരു വ്യത്യാസമില്ല. ബെൻഡിങ് മൊമെൻറ്റ് ഇസ് ഈക്വൽ ടു സ്ട്രെസ് ഇൻറ്റു ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് തന്നെയാണ്. അപ്പം സ്ട്രെസ് സിഗ്മ ബി സി ആണെന്നറിയാം, ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ ആണെന്നറിയാം. പിന്നെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെൻട്രോളർ ഡിസ്റ്റൻസ് ഓഫ് ഷെയ്ഡഡ് പോർഷൻ ഫ്രം ദി കോളം ഫേസ്. കോളത്തിൻ്റെ ഫേസിൽ നിന്നും ആ ഒരു ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ്റെ സെൻറ്റർ ഏതാണോ ഫിഗർ, ആ ഫിഗറിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നോക്കേണ്ടത്. സോ ഫിഗർ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഇതാണ്. ഹാച്ച് ചെയ്ത പോർഷൻസ് വ്യക്തമായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പം ഈ ഹാച്ച് ചെയ്ത പോർഷൻ്റെ ഈ ഡിസ്റ്റൻസ് 3 ആണെന്ന് നമുക്കറിയാം. കാരണം 3 mm അല്ല, 3 ആണെന്നാണ്. ഇത്രയും ഡിസ്റ്റൻസ് ഇത് 3 മീറ്റർ ആണ്. കാരണം എന്താണ്, ഇത് ഫൂട്ടിങ്ങിൻ്റെ ഒരു സൈഡായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പം ഹാച്ച് ചെയ്ത പോർഷൻ്റെ ഏരിയ ആവശ്യമുണ്ട്. അപ്പം 3 ഒരു സൈഡായി. ഈ സൈഡ് നമുക്കറിയാമോ? അറിയില്ല. സോ അതിനെ എന്തെന്ന് വിളിച്ചു? എക്സ് എന്ന് വിളിച്ചു. ഇനി ഈ എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. മനസ്സിലായോ? ഇനി സെൻട്രോളർ ഡിസ്റ്റൻസ് ഓഫ് ഷെയ്ഡഡ് പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോളത്തിൻ്റെ ഫേസിൽ നിന്നാണ്, ഇവിടെ നിന്നുമാണ് മെഷർ ചെയ്യേണ്ടത്. എങ്ങോട്ടേക്ക് മെഷർ ചെയ്യണം? ഷെയ്ഡഡ് പോർഷൻ ഇതാണ് ഷെയ്ഡഡ് പോർഷൻ. ഈ ഷെയ്ഡഡ് പോർഷൻ്റെ സെൻറ്റർ. അപ്പം ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു റെക്റ്റാങ്കിൾ ആണ് അല്ലേ? അപ്പം ഇവിടെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ വേണം മെഷർ ചെയ്യാൻ. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ സെൻറ്ററാണ്. ഓക്കെ, റെക്റ്റാങ്കിൾ അത് ഈ ഡയറക്ഷനാണ്. അപ്പം ഈ ഡയറക്ഷന് പാരലായിട്ട് വരുന്ന ഡയമെൻഷൻ ഏതാണ്? ഈ എക്സ് ആണ് അല്ലേ? അപ്പം റെക്റ്റാങ്കിളിൻ്റെ എപ്പോഴും അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് b/2 d/2 ആണ്. ഈ ഡയറക്ഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഡയമെൻഷൻ 3 ആയതുകൊണ്ട് 3/2 പറയാമായിരുന്നു. നമ്മളോട് എടുക്കാൻ പറഞ്ഞിരിക്കുന്നുണ്ട് ഇങ്ങനെയാണ്, കോളത്തിൻ്റെ ഫേസിൽ നിന്നും ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ആ ഫിഗറിൻ്റെ സെൻറ്ററിലേക്കാണ്. അപ്പം ഇതാണ് കോളത്തിൻ്റെ ഫേസ് നമ്മൾ ഈ ഒരു ആക്സിസ് കൺസിഡർ ചെയ്യുമ്പോൾ. സോ ഈ ഡയറക്ഷനിൽ വേണം മെഷർ ചെയ്യാൻ വേണ്ടി. ആ ഡയറക്ഷനിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? എക്സ് ആണ്. അറിയത്തില്ല, എക്സ് നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ കുഴപ്പമില്ല. അപ്പം x/2 ആയിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇക്വേഷനകത്ത് മനസ്സിലാക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു എക്സ്. എക്സ് കണ്ടുപിടിക്കണം. എക്സ് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? മൊത്തം അവിടെ എത്രയാണ്? 2.5 ആണ് അല്ലേ? 2.5നകത്ത് നിന്ന് ആരെ മൈനസ് ചെയ്യുക? ഇത് ആ 2.5ന് പാരലാലുള്ള ഡയമെൻഷനാണ്. 0.4 ഉണ്ട്.
ഇങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിലത്തെ മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് ബൈ 2 ചെയ്യുക. അത്ര മാത്രമേ ഉള്ളൂ. സോ അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു 2.5 മൈനസ് 0.4 ഡിവൈഡഡ് ബൈ 2 കിട്ടിയിട്ടുണ്ട്. എക്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 ഇൻറ്റു എക്സ് ചെയ്യുമ്പോൾ തന്നെ ഏരിയയുമായി x/2 ആണ് എന്തെന്ന് പറയുന്നത് സെൻട്രോയിഡൽ ഡിസ്റ്റൻസ്. സോ ബെൻഡിങ് മൊമെൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി ഇതേപോലെ തന്നെ മേജർ ആക്സിസ്, ഈ ആക്സിസ് നമുക്ക് അറിയാവുന്നതാണ്, കാരണം നമ്മൾ സ്ക്വയർ ഫൂട്ടിങ്ങിനകത്ത് ചെയ്തത് തന്നെയാണ്. ഇവിടെയും ഇക്വേഷനകത്ത് വ്യത്യാസമൊന്നുമില്ല. ബെൻഡിങ് മൊമെൻറ്റ് ഇസ് ഈക്വൽ ടു സിഗ്മ ബി സി ഇൻറ്റു ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ ആൻഡ് സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ഓഫ് ഷെയ്ഡഡ് പോർഷൻ ഫ്രം ദി കോളം ഫേസ്. ഇപ്പം ഇവിടെ എക്സ് നമുക്ക് കണ്ടേ, ഇതാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ, ഇതാണ്. ഇതിൻ്റെ ഏരിയ എടുക്കണം. അപ്പോൾ ഏരിയ എടുക്കാൻ വേണ്ടിയിട്ട് തണ്ടേ ഈ സൈഡ് നമുക്കറിയാം എത്രയാണ്, 2.5 ആണ്. ഇനി ഇതണ്ടേ ഈ ഒരു ഡിസ്റ്റൻസ് ഇതറിയത്തില്ല, ഇതിനെ വേണം എക്സ് എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ എക്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഈ എക്സിനെ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും? ഈ ഡയമെൻഷൻ നോക്കുക, മൊത്തം എത്രയാണ്, 3 മൈനസ് ദണ്ടേ ഇതിന് പാരലായിട്ടുള്ള കോളത്തിൻ്റെ ഡയമെൻഷൻ എടുക്കണം, 0.6/2 ചെയ്യുക. അപ്പോൾ ആരെ കിട്ടും? എക്സിനെ കിട്ടും. ഇനി സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യേണ്ടതാണ്ടേ, ഇതാണ് കോളത്തിൻ്റെ ഫേസ്. ഇവിടെ നിന്നും ദണ്ടേ ഈ ഡയറക്ഷനിൽ വേണം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇവിടെ കിട്ടുന്ന എക്സ് എത്രയാണോ ആ എക്സിൻ്റെ /2 ആയിരിക്കും. ഓക്കെ, ഇവിടെ കാണിച്ചിട്ടുണ്ട് 2.5 ഇൻറ്റു എക്സ്. ദെൻ എക്സ് കണ്ടുപിടിക്കുന്നത് 3 മൈനസ് 0.6/2. ദെൻ ബെൻഡിങ് മൊമെൻറ്റ് ഇസ് ഈക്വൽ ടു 120 ഇൻറ്റു 2.5 1.2 1.2/2 സിഗ്മാസ്. ഈ സിഗ്മ ബി സി എന്ന് പറയുന്ന വാല്യൂ എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ, നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് എഫക്റ്റീവായിട്ടുള്ള SBC. ഓക്കെ, രണ്ട് ബെൻഡിങ് മൊമെൻറ്റ് കിട്ടിയിട്ടുണ്ടല്ലേ. നമ്മൾ മേജർ ആക്സിസിനും മൈനർ ആക്സിസിനും, അതായത് എക്സ് ആക്സിസിനും വൈ ആക്സിസിനും പാരലായിട്ട് സെക്ഷനെ കൺസിഡർ ചെയ്തിട്ട് രണ്ട് ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ രണ്ട് ബെൻഡിങ് മൊമെൻറ്റ് ആ രണ്ട് ബെൻഡിങ് മൊമെൻറ്റ് കിട്ടുമ്പോൾ ഏത് ബെൻഡിങ് മൊമെൻറ്റ് ചൂസ് ചെയ്യും, അതൊരു ഡൗട്ടാണ്. സോ ഇവിടെ സെലക്ഷൻ എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. ഫിക്സഡ് ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് ബിഗ്ഗർ വാല്യൂ ഫ്രം ദി മേജർ ആൻഡ് മൈനർ ആക്സിസ്. മേജർ ആക്സിസിനകത്തുനിന്നും മൈനർ ആക്സിസിനകത്തുനിന്നും കിട്ടുന്ന ഹയസ്റ്റ് വാല്യൂ ഓഫ് ബെൻഡിങ് മൊമെൻറ്റിനെ നമ്മൾ എന്തായിട്ട് സെലക്ട് ചെയ്യുക, നമുക്ക് വേണ്ട ബെൻഡിങ് മൊമെൻ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, MBUവിൻ്റെ വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഒന്ന് 198ഉം ഒന്ന് 216ഉം. അതിനകത്തുനിന്ന് ബിഗ്ഗർ വാല്യൂ എന്ന് പറയുന്നത് 216 ആണ്. സോ 216നെ ചൂസ് ചെയ്യുന്നു. പിന്നെ ഏതാണ് ഡെപ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് MU ലിമിറ്റ് ഇസ് ഈക്വൽ ടു 0.36 XU max by D 1 minus 0.42 XU max by D FCK BD സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷനാണ്. അതിനകത്ത് FY എന്ന് പറയുന്നത് 450, XU max by D എന്ന് പറയുന്നത് 415 ഗ്രേഡ് സ്റ്റീൽ ആയതുകൊണ്ട് 0.48. B എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ B എടുക്കാം. ഒന്ന് 2.5ഉം ഒരു ആക്സിസ് ചെയ്യുമ്പോൾ B ആണ്, ആൻഡ് 3യും ഒരു ആക്സിസ് ചെയ്യുമ്പോൾ B ആണ്. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ആ ഫിഗറിനകത്തേക്ക് പോകാം. ഓക്കെ, ഇത് ഏത് ആക്സിസ് ആയിരുന്നു? എക്സ് ആക്സിസിന് പാരലായിട്ടുള്ളതായിരുന്നു. എക്സ് ആക്സിസിന് പാരലായിട്ട് നമ്മൾ ഏരിയ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചൂസ് ചെയ്ത ഇക്വേഷൻ എന്ന് പറയുന്നത് 3 ഇൻറ്റു എക്സ് ആയിരുന്നു. ഇതിനകത്തെ 3 എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ ഫൗണ്ടേഷൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു സൈഡ്. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷനകത്തെ 3 എന്ന് പറയുന്ന വാല്യൂ ഫൗണ്ടേഷൻ്റെ ഒരു സൈഡാണ്. ക്ലിയർ ആയല്ലോ? ഫൗണ്ടേഷന് രണ്ട് സൈഡുണ്ട്, 3യും 2.5ഉം ഉണ്ട്. പക്ഷേ ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഫൗണ്ടേഷനകത്ത് ഏത് സൈഡ് യൂസ് ചെയ്തു? 3 എന്ന് പറഞ്ഞ സൈഡ് യൂസ് ചെയ്തു. സോ ഈ ഒരു കേസിൽ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എത്രയാണ്? 3 ആണ്. ഇനി നെക്സ്റ്റ് കേസ് നോക്കുക. നെക്സ്റ്റ് കേസിനകത്ത് ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്ത ഇക്വേഷൻ 2.5 ഇൻറ്റു എക്സ് എന്നാണ്.
ഇതിനകത്തെ 2.5 എന്ന് പറയുന്ന വാല്യൂ ഫൗണ്ടേഷൻ്റെ ഒരു സൈഡാണ്, മറ്റേത് ഫൗണ്ടേഷൻ്റെ ഒരു സൈഡല്ല. അപ്പോൾ ഇതിനകത്ത് ഫൗണ്ടേഷൻ്റെ സൈഡായിട്ട് വരുന്നതിനെ വേണം അതാത് ആക്സിസിൻ്റെ ബി ആയിട്ട് കൺസിഡർ ചെയ്യാൻ. ഇതിപ്പോൾ മേജർ ആക്സിസിന് അല്ലെങ്കിൽ വൈ ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബി ആണ്. ഓക്കെ, ഇനി ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം കിട്ടിയത് ഏത് ബി ഉള്ളപ്പോഴാണ്? ഈ വൈ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് എടുത്തപ്പോഴാണ് ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം വന്നത്. ഓക്കെ, ആ ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം വന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബി ഏതാണോ ആ ബി വേണം എക്സ് യു മാക്സ് എന്ന് പറയുന്ന ഇക്വേഷനകത്തെ ബി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയോ? അതായത് ഏത് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടാണോ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കിട്ടുന്നത്, ഓക്കെ, ആ ആക്സിസിൽ ഫൗണ്ടേഷൻ്റെ ഏത് സൈഡ് എടുത്തിട്ടാണോ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ കണ്ടുപിടിച്ചേക്കുന്നത് ആ സൈഡിനെ വേണം ബി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ 2.5 ആയിരുന്നു. സോ ബി ഇസ് ഈക്വൽ ടു 2500 mm. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡിയുടെ വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട് 176.95 mm. നെക്സ്റ്റ് കറസ്പോണ്ടിങ് ടു വൺ വേ ഷിയർ ആണ്. വൺ വേ ഷിയറിനകത്തും ഈ പാരലൽ ടു വൈ ആക്സിസും പാരലൽ ടു എക്സ് ആക്സിസും എല്ലാം കൺസിഡർ ചെയ്യണം. സോ പാരലൽ ടു വൈ ആക്സിസ് ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. സോ പാരലൽ ടു വൈ ആക്സിസ് ആകുമ്പം വൺ വേ ഷിയറിൻ്റെ കോൺസെപ്റ്റ് എന്താണ്? കോളത്തിൻ്റെ ഫേസിൽ നിന്നും ഒരു ഡി ഡിസ്റ്റൻസ് മാറിയിട്ട് ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യണം. ആ സെക്ഷൻ്റെ ഫിഗറിനകത്തും പ്ലാൻ്റെ ഫിഗറിനകത്തും ഹാച്ച് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇവിടുത്തെയും ഡിസ്റ്റൻസ് ഇതെവിടെ നിന്ന് കിട്ടും? തൊട്ട് മുന്നത്തെ വൈ സെക്ഷന് പാരലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ. അവിടെ നിന്നാണ് ഈ ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ ഇത്രയും ഡി ആണെന്നുണ്ടെങ്കിൽ ഇത്രയും 1.2 ആയിരുന്നു മൊത്തം. സോ ഇത്രയും ഡി ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഈ പോർഷൻ എന്ന് പറയുന്നത് 1.2 മൈനസ് ഡി ആണ്. സോ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദെൻ അത് പ്ലാനിലും കാണിച്ചിട്ടുണ്ട്, ഡി ഡിസ്റ്റൻസ് മാറിയിട്ട് ഹാച്ച് ചെയ്ത പോർഷൻ. ഓക്കെ, ഇനി ഇവിടെ ചെയ്യുന്നത് എന്താണ്? ടോ വി ഈസ് ഈക്വൽ ടു വി യു ബൈ ബി ഡി എന്ന് പറയുന്ന ഇക്വേഷൻ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അതിനകത്ത് വി യു എന്ന് പറഞ്ഞ സ്ട്രെസ് ഇൻറ്റു ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷനാണ്. അപ്പം സ്ട്രെസ് 120 ആണെന്നറിയാം. ദെൻ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ, അപ്പം ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് കാണാൻ വേണ്ടിയിട്ട് തണ്ട് ഈ ഒരു ഫിഗറിനകത്തേക്ക് ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയയിലേക്ക് നോക്കുക. എങ്ങനെയാണ് ഇക്വേഷൻ? തണ്ട് ഇതേ ഇൻറ്റു ഈ ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ എന്താണ്? 2.5 ഇൻറ്റു ഇതെന്താണ്? 1.2 മൈനസ് ഡി അല്ലേ. 1.2 മൈനസ് ഡി, അത് മുകളിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. 1.2 മൈനസ് ഡി. ഓക്കെ, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പെർസെൻറ്റേജ് ഓഫ് എ എസ് ടി അസ്യൂം ചെയ്യുക. അപ്പം പെർസെൻറ്റേജ് ഓഫ് എ എസ് ടി എന്ന് പറയുന്നത് പി ടി ആണ്. എ എസ് ടി ഇൻറ്റു 100 ബൈ ബി ഡി 0.25 എന്നാണ് അസ്യൂം ചെയ്ത പെർസെൻറ്റേജ്. ദെൻ ഈ 0.25 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോസി വാല്യൂ ഏത് ടേബിളിൽ നിന്നും കണ്ടുപിടിക്കുക? ടേബിൾ 19 കണ്ടുപിടിക്കുക. വാല്യൂ എന്ന് പറയുന്നത് 0.36 Nm/mm² ആണ്. ദെൻ നെക്സ്റ്റ് എന്താണ്? ടോവിയുടെ സ്ഥാനത്ത് മാക്സിമം പെർമിസിബിൾ സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇക്വേഷൻ ആക്കി മാറ്റുക. ടോ സി ഈസ് ഈക്വൽ ടു വി യു ബൈ ബി ഡി. അതായത് നമ്മൾ ഇക്വേഷൻ എഴുതിക്കുന്നത് ടോ വി ഈസ് ഈക്വൽ ടു വി യു ബൈ ബി ഡി ആണ്. ടോ വി അറിയില്ല, പക്ഷേ അതിന് വരാൻ പറ്റുന്ന മാക്സിമം പെർമിസിബിൾ സ്ട്രെസ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പെർസെൻറ്റേജ് അസ്യൂം ചെയ്തത്. സോ ടോ വിക്ക് പകരം അവിടെ എന്താക്കുക? ടോ സി ആക്കുക. സോ ഇക്വേഷൻ എഴുതി. ഈ ഒരു ഇക്വേഷൻ അതൊന്ന് ഡിക്ക് ഇക്വേഷൻ ആക്കുക. ദെൻ ഡിക്ക് ഇക്വേഷൻ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് വി യു, അത് തൊട്ട് മുന്നേ വി യുവിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ദാ വി യു, ആ വി യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ താഴെ ടോ സി 0.36 ബി. ബി എന്ന് പറയുന്നത് ഇവിടെ ഏതാണ് എടുക്കുന്നതെന്നുള്ളതാണ്. ഓക്കെ, ഈ കേസിൽ ഹാച്ച് ചെയ്ത പോർഷൻ നോക്കുക. ഹാച്ച് ചെയ്ത പോർഷൻ എടുത്തപ്പം അതിൻ്റെ ഏരിയ എടുക്കാൻ വേണ്ടിയിട്ട് 2.5 ഇൻറ്റു
1.2 മൈനസ് ഡി എന്നാണ് എടുത്തത്. ഇതിനകത്തെ ഫൗണ്ടേഷൻ്റെ ഒരു സൈഡായിട്ടുള്ള വാല്യൂ ഏതാണെന്ന് നോക്കുക. 2.5 അല്ലേ. സോ ഇവിടുത്തെ ബി ഈസ് ഈക്വൽ ടു 2.5. ക്ലിയർ ആയല്ലോ. സോ ബി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഡി ഈസ് ഈക്വൽ ടു 0.3 മീറ്റർ അല്ലെങ്കിൽ 300 mm എന്ന് പറഞ്ഞ് കിട്ടി. ഇനി ഇതേപോലെ തന്നെ പാരലൽ ടു എക്സ് ആക്സിസ് ചെയ്യണം. എക്സ് ആക്സിസ് ചെയ്യുമ്പം ഈ ഫിഗർ നോക്കുക, നമുക്കത് സെക്ഷനിൽ കാണിക്കാനായിട്ട് പറ്റത്തില്ല. സോ ഇതാണ് കോളം. ഓക്കെ, കോളത്തിൻ്റെ ഫേസിൽ നിന്നും ഒരു ഡി ഡിസ്റ്റൻസ് മുകളിലേക്ക് എടുത്തു, അവിടെ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തു, അവിടെ ഹാച്ച് ചെയ്തു. അതാണ് ഹാച്ച് ചെയ്ത പോർഷൻ. ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇതാണ് ഡി ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള സെക്ഷൻ. ഓക്കെ, ഇത്രയും ഡിസ്റ്റൻസ് നമ്മൾ ബെൻഡിങ് മൊമെൻറ്റിനകത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു എക്സ് ഡിസ്റ്റൻസ് പാരലൽ ടു വൈ ആക്സിസ് എന്ന് പറയുന്ന പോർഷൻ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിച്ചതിനകത്ത് എടുക്കുക. സോ അതിനകത്തൊരു എക്സ് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ എക്സ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.05 ആണ്. സോ ആ എക്സ് ഡിസ്റ്റൻസ് ആണ് ഇത്രയും. അപ്പം നമുക്ക് വേണ്ടത് ഹാച്ച് ചെയ്ത പോർഷൻ്റെ ഇത്രയും ഏരിയ ആണ്. സോ അതെന്തായിരിക്കും 1.05 മൈനസ് ഡി ആയിരിക്കും. ഓക്കെ, ഇനിയും അവിടെയും ഇതേപോലെ തന്നെ ടോവി സ്ക്വയർ ഫൂട്ടിങ്ങിനകത്ത് നമ്മൾ ആകപ്പാടെ ഒരു സൈഡ് എടുത്തേ ചെയ്തുള്ളൂ. പക്ഷേ ഇവിടെ രണ്ട് സൈഡും കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഉപയോഗിക്കേണ്ട ഇക്വേഷനകത്തൊന്നും ഒരു മാറ്റവും ഇല്ല. അപ്പം ഈ സൈഡ് ചെയ്യുമ്പോഴും എഗൈൻ ടോവി ഈസ് ഈക്വൽ ടു ബി യു ബൈ ബി ഡി ചെയ്യുക. ബി യു എന്ന് പറയുന്നത് ഇപ്പം എടുത്ത പോർഷൻ്റെ സ്ട്രെസ് ഇൻറ്റു ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സ് ആക്സിസിന് കറസ്പോണ്ടിങ് അല്ലെങ്കിൽ എക്സ് ആക്സിസിന് പാരലായിട്ടാണ് സെക്ഷൻ എടുത്തത്. സോ അപ്പം ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഏരിയ തന്നെ ഇത്രയും മാറ്റുള്ളൂ, ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഏരിയ. സോ സ്ട്രെസ് ഇൻറ്റു ഇതിൻ്റെ ഈ ഒരു ഷെയ്ഡ് ചെയ്ത പോർഷൻ്റെ ഏരിയ എടുക്കണം. സോ അതെന്താവും, ഇങ്ങോട്ട് 3 ആണല്ലേ. സോ 3 ഇൻറ്റു 1.05 മൈനസ് ഡി. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ അത് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, ദെൻ ഇനി തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിനകത്ത്, അതായത് നമ്മൾ ഒരു ആക്സിസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അവിടെ എടുത്ത പെർസെൻറ്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റും ടോസിയും എല്ലാം നമുക്ക് ഇവിടെയും യൂസ് ചെയ്യാം. ഇവിടെ സെപ്പറേറ്റ് കണ്ടുപിടിക്കാനായിട്ടൊന്നും നിൽക്കണ്ട. തൊട്ട് മുന്നത്തെ സെക്ഷൻ വൈ ആക്സിസിന് പാരലാക്കി ചെയ്തപ്പോൾ എടുത്ത പെർസെൻറ്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്, സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയ ടോസി. പെർസെൻറ്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് അസ്യൂം ചെയ്തത് 0.25 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കിട്ടിയ ടോസി എന്ന് പറയുന്നത് 0.36 ആണ്. സോ ഇത് രണ്ടും നമുക്ക് വൈ ആക്സിസിന് പാരലാക്കിയിട്ട് ചെയ്തപ്പോൾ കിട്ടിയ അല്ലെങ്കിൽ അസ്യൂം ചെയ്ത വാല്യൂ ആണ്. ഇത് തന്നെ നമുക്ക് എക്സ് ആക്സിസിന് പാരലായിട്ടും യൂസ് ചെയ്യാം. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. ടോസി ഈസ് ഈക്വൽ ടു വി യു ബൈ ബി ഡി. വി യു എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കിട്ടിയ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ അതിനകത്തുനിന്ന് ഡി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഇനി ഇവിടെ ബി എന്ന് പറയുന്നത്, ബി എങ്ങനെയാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്, ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ്റെ ഏരിയ എന്താണ്, 3 ഇൻറ്റു 1.05 മൈനസ് ഡി എന്നാണ്. അപ്പോൾ ഇതിനകത്ത് 3 ആണ് ഫൗണ്ടേഷൻ്റെ ഒരു സൈഡ് കാണിക്കുന്നത് അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇവിടുത്തെ ബി എന്ന് പറയുന്നത് ഈ 3 ആയിരിക്കും. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഇവിടെ നിന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിക്ക് ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട്, 262. ഇനി 2 ഡി ഉണ്ട്. ഒന്ന് എക്സ് ആക്സിസിന് പാരലായിട്ട് ചെയ്തപ്പോഴും ഒന്ന് വൈ ആക്സിസിന് പാരലായിട്ട് ചെയ്തപ്പോഴും. ഈ 2 ഡിക്കകത്ത് ഏത് ഡി ആണ് ചൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ രണ്ടിനകത്തെയും ഹയർ വാല്യൂ. ഓക്കെ, രണ്ടിനകത്തെയും ഹയർ വാല്യൂ. അപ്പോൾ ആദ്യം ചെയ്തപ്പോൾ ഡി ഈസ് ഈക്വൽ ടു 300, രണ്ടാമത് ചെയ്തപ്പോൾ ഡി ഈസ് ഈക്വൽ ടു 262. സോ ഹയർ വാല്യൂ എന്ന് പറയുന്നത് 300 mm ആണ്. സോ ഡി ആയിട്ട് സെലക്ട് ചെയ്യുന്ന ആരെയാണ്, 300 mm-നെയാണ്. നെക്സ്റ്റ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു കവർ അസ്യൂം ചെയ്യുക. ഇവിടെ കവർ എടുത്തേക്കുന്നത് 75, അതേപോലെ തന്നെ ഡയമീറ്റർ ഓഫ് ബാർ ഈസ് ഈക്വൽ ടു 20. സോ ഓവറോൾ ഡെപ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയ ഡി എ 75 പ്ലസ് അസ്യൂം ചെയ്ത ഡയമീറ്റർ ബാറിൻ്റെ പകുതി. സോ 300 പ്ലസ് 75 പ്ലസ് 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 380.
85. സോ അതിനെ റൗണ്ട് ചെയ്ത് എത്രയാക്കി 400 mm ആക്കി മാറ്റി. ഇനി റൗണ്ട് ചെയ്ത വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് ഡി പ്രൊവൈഡഡ് കണ്ടുപിടിക്കുക. സോ 400 മൈനസ് 75 മൈനസ് അസ്യൂം ചെയ്ത ഡയമീറ്റർ ബാറിൻ്റെ പകുതി. സോ കിട്ടിയ വാല്യൂ എത്രയാണ്? 315 mm. ഇനി ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? 2 ലെയറായിട്ടാണ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്. സോ 2 ടോപ്പ് ലെയറും ബോട്ടം ലെയറിലും എത്രയുണ്ടെന്ന്, ഡെപ്ത് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കണം. സോ ഡി ഫോർ ബോട്ടം ലെയർ കിട്ടിയ വാല്യൂ തന്നെ. ദെൻ ടോപ്പ് ലെയറിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം? ബോട്ടം ലെയറിൻ്റെ ഡി മൈനസ് ഡി ബൈ ടു. ഈ ഡി എന്ന് പറയുന്നത് എന്താണ്? ഡയമീറ്റർ ഓഫ് ബാറിൻ്റെ പകുതി. ഓക്കെ, അതിൻ്റെ കോൺസെപ്റ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. സോ 20/2. സോ കിട്ടിയത് ടോപ്പ് ലെയറിൽ എത്രയാണ് ഡി പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്? 295 ആണ്. സോ ഈ 2 ഡിയുടെയും കൂടെ ആവറേജ് ആണ് എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത്. സോ എഫക്റ്റീവ് ഡെപ്ത് എത്രയാണ്? 305 mm. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അക്കോർഡിംഗ് ടു ടു വേ ഷിയർ ആണ്. ടു വേ ഷിയർ ചെയ്യുമ്പം ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെൻറ്റും അതേപോലെ തന്നെ വൺ വേ ഷിയറും ചെയ്ത മാതിരി 2 സൈഡും എടുത്തൊന്നും ചെയ്യണ്ട. കാരണം 4 സൈഡിലും ടു വേ ഷിയർ വരുന്നത് കൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. സോ ഇവിടെ ചെയ്യുന്നത് എന്താണ്? ടു വേ ഷിയറിൻ്റെ കേസിൽ കോളത്തിൻ്റെ ഫേസിൽ നിന്നും d/2 ഡിസ്റ്റൻസ് 4 സൈഡിലേക്ക് മാറണം അല്ലേ? സോ ഇതാണ് കോളം. സോ കോളത്തിൻ്റെ നിന്നും ഇങ്ങോട്ട് d/2, ഇങ്ങോട്ട് d/2, ഇങ്ങോട്ട് d/2, ഇങ്ങോട്ട് d/2 മാറിയിട്ടുള്ള ഏരിയ ആണ് ഇവിടെ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഹാച്ച് ചെയ്ത് ആ റെഡ് എങ്കിൽ കാണിച്ച് ഹാച്ച് ചെയ്ത് കാണിച്ചേക്കുന്നത്. ഓക്കെ, ദെൻ ഹാച്ച് ചെയ്ത് കാണിക്കുമ്പോൾ ഈ അകത്തൊരു ചെറിയ ഒരു റെക്റ്റാങ്കിൾ കിട്ടും. ആ റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്ത് ബിയും ഡെപ്ത് എന്ന് പറയുന്നത് ഡിയും ആണ്. ഇത് സ്ക്വയർ ഫൗണ്ടേഷൻ ചെയ്ത് അതേമാതിരി തന്നെയാണ്. ഓക്കെ, ഇനി ഈ ബിയും ഡിയും നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി ഈ ഫൗണ്ടേഷൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 3 മീറ്ററും വിഡ്ത്ത് എന്ന് പറയുന്നത് 2.5 മീറ്ററുമാണ്. ഓക്കെ, ദെൻ ഇനി സ്മോൾ ബിയും സ്മോൾ ഡിയും കണ്ടുപിടിക്കണം. സ്മോൾ ബി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ കോളത്തിൻ്റെ ഈ ഒരു ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് 0.6a പ്ലസ് ഇങ്ങോട്ട് d/2 കൊണ്ട് ഇങ്ങോട്ട് d/2 അത് 2 ആഡ് ചെയ്താൽ മതി. നെക്സ്റ്റ് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കോളത്തിൻ്റെ ഈ ഡയമെൻഷൻ അറിയാം. ദാറ്റ് ഈസ് 0.4a പ്ലസ് ഇങ്ങോട്ട് d/2 ഇങ്ങോട്ടേക്ക് d/2. സോ d/2 പ്ലസ് d/2. ഓക്കെ, സോ അത് രണ്ടുമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഡി ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത് കണ്ടുപിടിച്ച ആവറേജ് ഡെപ്ത് ആയിരിക്കും. ആവറേജ് ഡെപ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 305 mm ആണ്. സോ 305 mm പകുതി വെച്ചിട്ടാണ് എടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെ ബിയും ഡിയും ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ബി ഈസ് ഈക്വൽ ടു 0.905 ഡി ഈസ് ഈക്വൽ ടു 0.705. ഓക്കെ, ദെൻ നെക്സ്റ്റ് again two-way shear-ൻ്റെ ഇക്വേഷൻ ടോ വി ഈസ് ഈക്വൽ ടു BU/BD. BU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് ഇൻറ്റു ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ ഓഫ് ദി ക്രോസ് സെക്ഷൻ. അതിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇക്വേഷൻ ആക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെസ് ഇൻറ്റു ഏരിയ ഓഫ് ലാർജ് റെക്റ്റാങ്കിൾ മൈനസ് ഏരിയ ഓഫ് സ്മോൾ റെക്റ്റാങ്കിൾ. ഇത് തന്നെയാണ് നമ്മൾ പഴയ സ്ക്വയറിൻ്റെ ചേർത്തും ചെയ്തത്. ഓക്കെ, സ്ട്രെസ് 120, ഏരിയ ഓഫ് ലാർജ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ്റെ വരും. ഓക്കെ, അത് ഇങ്ങോട്ടേക്ക് 3, ഇങ്ങോട്ടേക്ക് 2.5 ഏരിയ. നെക്സ്റ്റ് സ്മോളർ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സ്മോൾ ബിയും സ്മോൾ ഡിയും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ചെറിയ റെക്റ്റാങ്കിളിൻ്റെ എന്ത് കിട്ടുന്നത്? ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ BU ഇസ് ഈക്വൽ ടു കിട്ടിയ വാല്യൂ ആണ് 823.437. നെക്സ്റ്റ് വേണ്ടത് ഇക്വേഷനാണ്. ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ് ഇക്വേഷൻ. ടോ വി ഇസ് ഈക്വൽ ടു VU/BD. അതിനകത്ത് VU കണ്ടുപിടിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വേണ്ടത്
ഇവിടെ ഈ ഒരു ഇക്വേഷനകത്തേക്ക് ടു വേ ഷിയറിൻ്റെ ഈ ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ബി വാല്യൂ ആണ് വേണ്ടത്. ഓക്കെ, ഈ ബി വാല്യൂ ഇവിടെ കണ്ടുപിടിക്കുന്നതിന് വേറൊരു ഇക്വേഷനാണ്. ഇക്വേഷൻ എന്താണ്? പെരിമീറ്റർ ഓഫ് ദ സ്മോൾ റെക്റ്റാങ്കിൾ. ഇവിടെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പെരിമീറ്റർ ഓഫ് ദി സ്മോൾ റെക്റ്റാങ്കിൾ. ഈസിയാണ്. പെരിമീറ്റർ ഓഫ് ദ സ്മോൾ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത്, റെക്റ്റാങ്കിൾ ആണ് ഇതിൻ്റെ പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ. ബി പ്ലസ് ഡി ഇൻറ്റു 2 ചെയ്താൽ മതി. ബിയും ഡിയും, സ്മോൾ റെക്റ്റാങ്കിളിന് ബിയും ഡിയും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിനൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോവിയുടെ ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. വി യു, ദെൻ പെരിമീറ്റർ, ദെൻ പിന്നെന്താണ്? ഡി, ഡെപ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ടോവിയെ ന്യൂട്ടൺ പെർ mm² കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കൺവേർഷൻസ് ഒക്കെ കൊടുത്തേക്കുന്നത്. ഓക്കെ, താഴെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് മീറ്ററിലാണ്. സോ നമുക്കത് MM കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 10⁻⁻6 ഒക്കെ കൊടുത്തേക്കുന്നത്. MM സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് തന്നെ നമുക്ക് ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ഈ ഒരു 0.838 ന്യൂട്ടൺ പെർ mm² എന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ അവിടെ ടോവി കിട്ടി. നെക്സ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെർമിസിബിൾ ഷിയർ സ്ട്രെസ് ആണ്. പെർമിസിബിൾ ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ സ്ക്വയർ ഫൗണ്ടേഷൻ അത് ചെയ്ത് അതേപോലെ തന്നെ KS ഇൻറ്റു ടോസി ആണ്. KS എന്ന് പറയുന്നത് 0.5 പ്ലസ് ബീറ്റ എന്നാണ്. ഓക്കെ, അതിനകത്ത് KS കണ്ടുപിടിക്കുന്നതിനകത്ത് ഈ ബീറ്റ എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏതാണോ കോളത്തിൻ്റെ ഷോർട്ട് സൈഡ് ബൈ ലോങ് സൈഡ്. ഓക്കെ, ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട്, ഇത് പേജ് നമ്പർ ഏത് പേജ് നമ്പറിൽ കിടക്കുന്നു എന്നുള്ളതെല്ലാം പഴയ സ്ക്വയർ ഫൗണ്ടേഷൻ്റെ വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ എടുത്ത് വെച്ച് കാണാവൂ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആയിപ്പോൾ ഒന്നും മനസ്സിലാവില്ല. സോ ഈ വാല്യൂ KSൻ്റെ വാല്യൂ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 0.5, ഷോർട്ട് സൈഡ് എന്ന് പറയുന്നത് 0.4ഉം ലോങ് സൈഡ് എന്ന് പറയുന്നത് 0.6ഉം ആണ്. സോ നമുക്കത് കിട്ടിയപ്പോൾ 1.16 കിട്ടി. അത് ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് നമുക്ക് പറ്റില്ല. സോ അത് KSനെ എന്തായിട്ട് ലിമിറ്റ് ചെയ്തു? 1 ആയിട്ട് ലിമിറ്റ് ചെയ്തു. ദെൻ ടോസി എന്ന് പറയുന്നത് ഇക്വേഷൻ 0.25 FCK എന്ന് പറയുന്നത് 20 ആണ്. സോ ടോസിയുടെ വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പെർമിസിബിൾ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് KS ഇൻറ്റു ടോസി ആയിരുന്നു. സോ KSൻ്റെ വാല്യൂ 1, ടോസിയുടെ വാല്യൂ 1.118. സോ കിട്ടുന്ന വാല്യൂ 1.118 ന്യൂട്ടൺ പെർ mm² തന്നെ. ദെൻ സേഫ് കണ്ടീഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോവി ലെസ് ദാൻ KS ടോസി ആയിരിക്കണം. ടോവി എന്ന് പറയുന്നത് ടു വേ ഷിയറിനകത്തുനിന്ന് കിട്ടിയ ടോവി എന്ന് പറയുന്നത് 0.838. സോ ദാറ്റ് ഈസ് ലെസ് ദാൻ KS ടോസി ആണ്. അതുകൊണ്ട് എന്താണ്? സേഫ് കണ്ടീഷൻ ആണ്. ഓക്കെ മതി. ഇവിടെ പെർമിസിബിൾ ഷിയർ സ്ട്രെസ് ഇതാണ് KS ടോസി. വാല്യൂ എന്ന് പറയുന്നത് 1.118 ആണ്. പക്ഷെ ടോവി എന്ന് പറയുന്നത് അതിനേക്കാട്ടി ചെറുതാണ്. സോ അതുകൊണ്ട് സേഫ് കണ്ടീഷനാണ്. നെക്സ്റ്റ് ഡിസൈൻ ഓഫ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ഡിസൈൻ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റിനകത്ത് ചെയ്യുന്ന കാര്യം, ഇക്വേഷൻ നമ്മൾ പഴയ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ തന്നെ mu = 0.87 FIASTD എന്ന് പറയുന്ന ഇക്വേഷൻ. ഇനി ഇവിടെ ഏത് ബെൻഡിങ് മൊമെൻറ്റ് കൊടുക്കുന്നു? രണ്ട് രീതിയിൽ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഹയർ ബെൻഡിങ് മൊമെൻറ്റും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏതാണോ ബി യൂസ് ചെയ്തത് ആ ബെൻഡിങ് മൊമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ്റെ ആക്ച്വൽ വാല്യൂ ഓഫ് വിഡ്ത്ത് ഏതാണോ എടുത്തത്. കാരണം ഈ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? ഒരു ഷെയ്ഡഡ് പോർഷൻ വെച്ചിട്ടാണ്. ആ ഷെയ്ഡഡ് പോർഷനകത്ത് ഫൗണ്ടേഷൻ്റെ ഏത് വാല്യൂ ആണോ യൂസ് ചെയ്തേക്കുന്നത് ആ ഏരിയയ്ക്കകത്ത് അത് വേണം ബി ആയിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ mu = 216 ആണ് ഹയർ വാല്യൂ ആയിട്ട് വന്നത്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 0.87 FIASTD. ദെൻ ഇവിടെ ബി, അതായത് നമ്മളതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചപ്പം ഒരു എക്സ് ഇൻറ്റു ഒരു ഫൗണ്ടേഷൻ്റെ ഒരു വാല്യൂയും കൂടെ വരത്തുള്ളൂ. അത് 2.5 ആയിരുന്നു. സോ അതുകൊണ്ടാണ് 2500 ചൂസ് ചെയ്ത്. സോ AST വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള AST വാല്യൂ ആണിത്.
നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്ത പെർസെൻറ്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റിനെക്കാട്ടി കൂടുതലാണോ കുറവാണോ ഇവിടെ കിട്ടിയെന്ന് അറിയണം. സോ എഗൈൻ ഈ AST വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കുന്നു? PT വാല്യൂ ഫൗണ്ട് ഔട്ട് ചെയ്യുന്നു. സോ 100 AST ബൈ BD, 100 AST, ഈ AST വേണം ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ B ഇസ് ഈക്വൽ ടു, ഇവിടെ ഏത് B ആണോ യൂസ് ചെയ്തത് ആ B തന്നെ ഇവിടെ യൂസ് ചെയ്യുക. D 305 തന്നെ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.272 ആണ്. നമ്മൾ അസ്യൂം ചെയ്ത് 0.25% ആണ്. അതായത് നമ്മൾ അസ്യൂം ചെയ്തതിനെക്കാട്ടി കൂടുതലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സോ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന AST ആണ് 0.25%. പക്ഷേ നമുക്ക് കിട്ടിയ AST വെച്ചിട്ട് അതിനേക്കാട്ടിൽ കൂടുതലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്തായാലും AST മിനിമം ഒന്ന് ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതിൻ്റെ ആവശ്യമില്ല, കാരണം പ്രൊവൈഡ് ചെയ്ത് കൊടുത്ത AST വെച്ചിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ ആണ് ഹയർ വാല്യൂ അല്ലേ. അപ്പം പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന AST എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുമ്പം 0.27 വരുന്നുണ്ട്. സോ ദിസ് ഈസ് ഹയർ വാല്യൂ. അപ്പോൾ ഈ ഒരു വാല്യൂവിനെ ബേസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ AST വെച്ചിട്ട് നമ്പർ ഓഫ് ബാറൊക്കെ പിന്നെ കണ്ടുപിടിച്ച് പോയാലും മതി. പക്ഷേ AST മിനിമം കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കുകയാണ് ഇവിടെ. AST മിനിമം എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത പെർസെൻറ്റേജ്, അസ്യൂം ചെയ്ത പെർസെൻറ്റേജ് വെച്ചിട്ടാണ്. 0.25 BD. ഈ ഏത് B കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു B യൂസ് ചെയ്തല്ലോ, ആ B തന്നെ വേണം ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ D 305 100. സോ കിട്ടിയ AST എന്ന് പറയുന്നത് ഇതാണ്. സോ ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ASTയെക്കാട്ടി കുറവാണ്. സോ നമുക്ക് AST ഏതായിട്ട് ചൂസ് ചെയ്യാം? ഇതായിട്ട് ചൂസ് ചെയ്യാം. സോ AST പ്രൊവൈഡ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച AST തന്നെയാണ്. സോ നമ്പർ ഓഫ് ബാർ എത്രയാണ്? നമ്പർ ഓഫ് ബാർ AST ബൈ 5/4 D സ്ക്വയർ. ഓക്കെ. സോ 10 നമ്പർ ഓഫ് ബാർസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്നത്. ക്ലിയർ ആയോ? സോ ഇനി സ്പേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻഡിങ് മൊമെൻറ്റ് ഏത് B എടുത്തോ, നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് B ബൈ നമ്പർ ഓഫ് ബാർ ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ B എന്ന് പറയുന്നത് എപ്പോഴും കൺഫ്യൂഷനാണ്. ബെൻഡിങ് മൊമെൻറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ട് AST കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ AST കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏത് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് യൂസ് ചെയ്തോ അവിടെ എടുത്ത B, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ്റെ ആക്ച്വൽ വാല്യൂ ഏതാണോ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് എടുത്തത് അത് യൂസ് ചെയ്യുക. ഇത്ര മാത്രം ഓർത്താൽ മതി. B എന്ന് പറയുന്നത് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റിനകത്ത് ഏത് B സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ, AST കണ്ടുപിടിക്കാൻ വേണ്ടി ഏത് B സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ ആ B മാത്രമേ പിന്നെ ഇങ്ങോട്ടുള്ളത് എല്ലാത്തിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. മനസ്സിലായോ? ഓക്കെ. 2500 ബൈ നമ്പർ ഓഫ് ബാർ. സോ എത്ര കിട്ടി? 250 mm. സോ പ്രൊവൈഡ് 20 mm 5 bars at a spacing of 250 mm center to center distance. നെക്സ്റ്റ് വരുന്നത് ചെക്കാണ്. ഫസ്റ്റ് നമുക്ക് വരുന്ന ചെക്ക് എന്ന് പറയുന്നത് ചെക്ക് ഫോർ വൺ വേ ഷിയർ ആണ്. വൺ വേ ഷിയറിൻ്റെ ചെക്കിനകത്ത് ഈ ഇക്വേഷൻ ആണ് എപ്പോഴും ആവശ്യമായിട്ടുള്ളത്. ടോ വി ഈസ് ഈക്വൽ ടു VU ബൈ BD. VU എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഇൻറ്റു ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ ഓഫ് വൺ വേ ഷിയർ. ഓക്കെ. അപ്പോൾ വൺ വേ ഷിയറിൻ്റെ ഫിഗർ കയ്യിലെടുത്ത് വെച്ചേക്കണം. അതിനകത്ത് ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ, ഓക്കെ, അതോടെ എത്രയാണ്? 2.5. 1.2 മൈനസ് D ആയിരുന്നു. ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയാണ് എടുക്കുന്നത്, 2.5 ഇൻറ്റു 1.2 മൈനസ് D, ഇങ്ങനെയാണ്. ഇപ്പം ഇവിടെ Dക്ക് വാല്യൂ ഉണ്ട്. Dക്ക് എന്ത് വാല്യൂ ആണ് കൊടുക്കേണ്ടത്? നമ്മൾ പ്രൊവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡെപ്ത് വാല്യൂ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 0.305. ദെൻ അത് VUവിൻ്റെ മാത്രം ഇത്രയും VU ആണ്. ദെൻ Bയും Dയും വേണം. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാണ്ടേ ഈ 2.5 ഇവിടെ എത്രയാണോ, അതായത് ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, ഒരിടത്ത് 2.5ഉം അതർ സൈഡ് നമ്മൾ എടുത്തത് 1.2 മൈനസ് DU ആണ്. ഇതിനകത്ത് ഈ 2.5 എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ്റെ സൈഡാണ്. സോ ഫൗണ്ടേഷൻ്റെ സൈഡ് ആ ഷെയ്ഡഡ് പോർഷൻ കണ്ടുപിടിക്കാൻ, അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഏതാണോ എടുക്കുന്നത് അതിനെ തന്നെ B ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ. ദെൻ D നമുക്ക് ഡൗട്ടൊന്നുമില്ല, D ഈസ് ഈക്വൽ ടു 305 ആയിട്ട് നമുക്ക് തന്നെ D ഈസ് ഈക്വൽ ടു 305 ആയിട്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ടോ വി ഈസ് ഈക്വൽ ടു നമുക്കിപ്പോൾ വാല്യൂ കിട്ടിയിട്ടുണ്ട്.
ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.35213 ന്യൂട്ടൺ പെർ എം സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പെർമിസിബിൾ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ PT = 100 AST/BD എന്നാണ്. ദെൻ 100 AST എന്ന് പറയുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുത്ത AST വേണം. 10 നമ്പർ ഓഫ് ബാർസ് ആണ് കൊടുത്തേക്കുന്നത്. 5/4 × 20 സ്ക്വയർ. അപ്പോൾ ഇത് ചെയ്യുമ്പോഴാണ് ടോട്ടൽ AST പ്രൊവൈഡ് ആവുന്നത്. സോ ബിയും ഡിയും ഇനി മാറ്റാനേ പറ്റത്തില്ല. വൺ വേ ഷിയറിൻ്റെ ചെക്കിനകത്ത് ഏത് ബി ആണോ ചൂസ് ചെയ്തത് ആ ബി തന്നെ മാത്രമേ PT-ക്കകത്തും യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ 2500 യൂസ് ചെയ്തു. സോ PT = 412% എന്ന് പറഞ്ഞ് കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ടേബിൾ 19 പേജ് നമ്പർ 73 വെച്ചിട്ട് ടോസി വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ടോസി വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പെർസെൻറ്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് വെച്ചിട്ട്. ഇവിടെ നമുക്ക് കിട്ടിയത് 0.412% ആണ്. ഓക്കെ, അതിനകത്തേക്ക് നോക്കുമ്പോൾ 0.25 ടോസി ഉണ്ട്, 0.5 ടോസി ഉണ്ട്, പക്ഷേ 0.412 ടോസി ഇല്ല. സോ ആ ടോസി ഇൻ്റർപൊളേറ്റ് ചെയ്ത് ഈ രണ്ട് വാല്യൂ വെച്ചിട്ട് കണ്ടുപിടിക്കുന്നുണ്ട്. അതാണ് ഈ വാല്യൂ ടോസി = 0.43776 എന്ന് പറയുന്നത്. ഇനി എന്താണ് സേഫ് കണ്ടീഷൻ? സേഫ് കണ്ടീഷൻ എന്ന് പറയുന്നത് ടോവി < ടോസി ആയിരിക്കണം. നമുക്ക് കിട്ടിയ ടോവി 0.35213, ഞാനിപ്പോൾ കണ്ടുപിടിച്ച ടോസി എന്ന് പറയുന്നത് 0.43. സോ ലെസ് ആയതുകൊണ്ട് ഇത് സേഫ് കണ്ടീഷനാണ്. ഇനി ടോവി എവിടെ നിന്ന് വന്നതൊന്നും ഡൗട്ട് വരരുത്. ടോവിയാണ് നമ്മൾ ഫസ്റ്റ് ചെക്കിനകത്ത് കണ്ടുപിടിക്കുന്നത്. ഈ വാല്യൂ ക്ലിയർ ആയോ? ദെൻ ഇതിനെയാണ് പെർമിസിബിൾ ഷിയർ സ്ട്രെസ്സുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. അതിനാണ് പെർസെൻറ്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് അസ്യൂം ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ചെക്ക് ഫോർ ഡെവലപ്മെൻറ്റ് ലെങ്ത് ആണ്. ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ അറിയാമല്ലോ, 0.87 FI5 4 TOBD എന്നാണ്. FY സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്, 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഡയമീറ്റർ വാല്യൂ, ദെൻ 4 × 1.2 × 1.6. ഓക്കെ, LD എന്ന് പറയുന്നത് കിട്ടിയിട്ടുണ്ട് 940.23 mm എന്ന്. ഇനി എത്രമാത്രം LD പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഫിഗർ നമ്മൾ എങ്ങനെയാണോ കാണുന്നത് ആ ഫിഗർ ആ സെക്ഷൻ മാത്രം എടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ സ്ക്വയർ ഫൗണ്ടേഷൻ ചെയ്ത സമയത്ത് ചെയ്ത അതേ പ്രൊസീജിയർ യൂസ് ചെയ്യുക. അപ്പം സ്ക്വയർ ഫൗണ്ടേഷൻ ആകുമ്പോൾ എക്സും വൈയും ആക്സസ് ഒന്നും സെപ്പറേറ്റ് എടുത്തില്ലല്ലോ. നമ്മൾ കാണുന്ന ഫേസ് ചെയ്യുന്ന ആ ഒരു ഫിഗർ, അപ്പം നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ താണ്ടേ ഇത്രയും കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് കാണുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന സെക്ഷനകത്തെ ഈ ഡിസ്റ്റൻസ്, ഓക്കെ, ആ ഡിസ്റ്റൻസ് 1.2. ഓക്കെ, അതിനകത്തുനിന്ന് അതിൻ്റെ കവർ മൈനസ് ചെയ്യുക. സോ 1200 - 75. സോ ഇത്രയുമാണ് LD പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. സോ LD റിക്വയർഡ് എന്ന് പറയുന്നത് 940 ആണ്, പക്ഷെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കൂടുതലാണ്. സോ അതുകൊണ്ട് എന്താണ്, ഇത് സേഫാണ്. നെക്സ്റ്റ് വരുന്നത് ചെക്ക് ഫോർ ബെയറിംഗ് പ്രഷറാണ്. അപ്പം ചെക്ക് ഫോർ ബെയറിംഗ് പ്രഷറിനകത്ത് നമുക്ക് ഇക്വേഷൻ ഏതാണ്? SBC = P/A എന്ന് പറയുന്ന ഇക്വേഷനാണ്. എന്നിട്ട് P എന്ന് പറയുന്നത് എന്താണ്? കോളം ലോഡ് പ്ലസ് ഇത്രയും അതിൻ്റെ സെൽഫ് വെയിറ്റ് ആണ്. ഇപ്പം നമുക്ക് സെൽഫ് വെയിറ്റ് അറിയാം, കാരണം ഫൗണ്ടേഷൻ്റെ ലെങ്ത് അറിയാം, വിഡ്ത്ത് അറിയാം, ഡെപ്ത് അറിയാം. സോ സെൽഫ് വെയിറ്റ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ കോളത്തിൻ്റെ ലോഡ്, നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഫൗണ്ടേഷൻ്റെ സെൽഫ് വെയിറ്റ്. അപ്പോൾ ഫൗണ്ടേഷൻ്റെ വിഡ്ത്ത്, ലെങ്ത്ത്, ഡി, ക്യാപിറ്റൽ ഡി 400 mm ആയിരുന്നു. ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് 400 mm × 24. സോ P വാല്യൂ ആയി. ദെൻ എഗൈൻ SBCയുടെ ഇക്വേഷൻ P/ഏരിയ. സോ SBC = 89.6 kN/m². ഇതെങ്ങനെയാണ് സേഫ് ആണോ നോക്കുന്നത്? ഈ ഇക്വേഷനകത്തുനിന്ന് കിട്ടുന്ന SBC ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള SBCനെക്കാട്ടി കുറവാണോ എന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ കുറവായതുകൊണ്ട് എന്താണ്, സേഫാണ്. നെക്സ്റ്റ് വരുന്നത് ട്രാൻസ്ഫർ ഓഫ് ലോഡ് ഫ്രം കോളം ടു ഫൂട്ടിംഗ്. അപ്പം അതിനകത്ത് വരുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ലോഡ് ടു ബി ട്രാൻസ്ഫേർഡ് ഫ്രം കോളം ടു ഫൂട്ടിംഗ്. കോളം
എന്തുമാത്രം ലോഡിനെ ട്രാൻസ്ഫർ ചെയ്യും? ഇപ്പോൾ കോളം ലോഡിനെ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ അതെത്ര കിട്ടി? 900 കിലോന്യൂട്ടൺ. നെക്സ്റ്റ് എന്താണ്? ഏരിയ ഓഫ് കോളം ബേസ്. കോളത്തിൻ്റെ ഡയമെൻഷൻ്റെ ഏരിയ അല്ലെങ്കിൽ കോളം ഏരിയ. കോളം ഏരിയ എന്ന് പറയുന്നത് 0.6 ഇൻറ്റു 0.4 ആണ്. കാരണം ഡയമെൻഷൻ 600/400 ആണ്. സോ ഏരിയ കിട്ടി. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ ബെയറിംഗ് പ്രഷർ അറ്റ് ദ കോളം ഫേസ്. കോളം ഫേസിൽ എത്ര പ്രഷറുണ്ട് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കോളം ട്രാൻസ്ഫർ ചെയ്യുന്ന ലോഡ് ബൈ കോളത്തിൻ്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. മനസ്സിലായോ? സോ കോളം ട്രാൻസ്ഫർ ചെയ്യുന്നത് 900 കിലോന്യൂട്ടൺ ലോഡും ഏരിയ എന്ന് പറയുന്നത് 0.24 മീറ്റർ സ്ക്വയറുമാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ബെയറിംഗ് പ്രഷർ എന്ന് പറയുന്നത് 3750 കിലോന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കിലോന്യൂട്ടനും താഴെ മീറ്റർ സ്ക്വയറും ആയതുകൊണ്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 3750 കിലോന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. സോ അതിനിവിടെ ന്യൂട്ടൺ പെർ എം സ്ക്വയറിലേക്ക് മാറ്റിയെന്നേ ഉള്ളൂ. ഈ ന്യൂട്ടൺ പെർ എം സ്ക്വയറിൽ എന്തിനാണ് മാറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് വരുമ്പോൾ ന്യൂട്ടൺ പെർ എം സ്ക്വയറിൻ്റെ ആവശ്യകത ഉണ്ടായിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ അതിലും കൂടെ കൺവേർട്ട് ചെയ്തിട്ടേക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് പെർമിസിബിൾ ബിയറിംഗ് റെസിസ്റ്റൻസ് ഓഫ് കോൺക്രീറ്റ് അറ്റ് ദ കോളം ബേസ്. ഇപ്പം കോളം ബേസിൽ കോൺക്രീറ്റിന് എന്തുമാത്രം ബെയറിംഗ് റെസിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതാണ്. സോ അതൊരു ഇക്വേഷനകത്തൂടെയാണ് മനസ്സിലാകുന്നത്. 0.45 FCK റൂട്ട് A1/A2. ഇനി അതിനെ നമ്മൾ ചെയ്യുന്നത് 2 സ്റ്റെപ്പായിട്ടാണ്. ഫസ്റ്റ് എന്താണ്? കോളം ബേസ്, പിന്നെ എന്താണ്? അറ്റ് ദ ഇൻ്റർഫേസ് ഓഫ് കോളം ആൻഡ് ഫൂട്ടിങ്. അപ്പം കോളം ഫേസിലാവുമ്പോൾ ഈ ഇക്വേഷൻ എന്താണ്? കോളത്തിൻ്റെ ഏരിയ മാത്രം മതി. ഓക്കെ, അപ്പം 0.45 എന്താണ് ഇക്വേഷൻ? 0.45 FCK എന്ന് പറയുന്നത് 20 ആയിരുന്നു. റൂട്ട് ഓഫ് A1/A2. അവിടെ A1ഉം A2ഉം എന്ത് തന്നെയാണ്? കോളത്തിൻ്റെ ഏരിയ തന്നെയാണ്. സോ 0.62/0.4 ഇവിടെയും 0.62/0.4. സോ വാല്യൂ 1 ആണ്. സോ ഇവിടെ ഒരു പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, റൂട്ട് ഓഫ് A1/A2 ഒരിക്കലും 2-നേക്കാട്ടി കൂടാനായിട്ട് പാടില്ല. സോ കോളത്തിൻ്റെ ഏരിയ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളതുകൊണ്ട് ഈ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആയിരിക്കും. സോ നമുക്കത് ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ 0.45 20 × 1. സോ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 9 ന്യൂട്ടൺ പെർ എം സ്ക്വയർ ആയിരിക്കും. ദെൻ അറ്റ് ദ ഇൻ്റർഫേസ് ഓഫ് കോളം ആൻഡ് ഫൂട്ടിങ് അവിടെ വരുമ്പം വ്യത്യാസം വരുന്നത് കണ്ട് ഇവിടെ മാത്രമാണ്. ഓക്കെ, അത് A1 എന്ന് പറയുന്നത് ഫൗണ്ടേഷനും A2 എന്ന് പറയുന്നത് കോളത്തിൻ്റെ ഏരിയയുമാണ്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് അതൊന്ന് ചെയ്ത് നോക്കണം. സ്ക്വയർ റൂട്ട് ഓഫ് A1/A2 ആണ് ചെയ്തിരിക്കുന്നത്. റൂട്ട് ഓഫ് 3 × 2.5 ഡിവൈഡഡ് ബൈ 0.6 × 0.4 കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 5.59 ഇസ് ഗ്രേറ്റർ ദാൻ 2. ഒരിക്കലും 2-നേക്കാട്ടി കൂടാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. സോ അതിന് 2 ആയിട്ട് എന്ത് ചെയ്യുക? ലിമിറ്റ് ചെയ്യുക. സോ അതിവിടെയാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അത് 2-നേക്കാട്ടിൽ കൂടുതലായതുകൊണ്ട് റൂട്ട് ഓഫ് A1/8 2 ആയിട്ടാണ് എടുത്തേക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് പെർമിസിബിൾ റെസിസ്റ്റൻസ് ഓഫ് കോൺക്രീറ്റ് അറ്റ് ദ ഇൻ്റർഫേസ് ഓഫ് കോളം ആൻഡ് ഫൂട്ടിങ്ങിനകത്തിൻ്റെ ഇക്വേഷനകത്തേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 0.45 FCK റൂട്ട് ഓഫ് A1/8 2-നേക്കാട്ടിൽ കൂടുതലായതുകൊണ്ട് 2 ആയിട്ട് ലിമിറ്റ് ചെയ്തു. നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പം ഈ 2 കേസിനകത്തും നമുക്ക് 1ഉം 2ഉം കേസ് ചെയ്തിട്ട്, അപ്പോൾ ഫസ്റ്റിനകത്തുനിന്ന് നമുക്ക് 9ഉം സെക്കൻഡിനകത്തുനിന്ന് 80 ന്യൂട്ടൺ പെർ എം സ്ക്വയറും കിട്ടി. ഈ 2-നകത്തെയും ലോവർ വാല്യൂവിനെയാണ് പെർമിസിബിൾ ബിയറിംഗ് റെസിസ്റ്റൻസ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ 2-നകത്തെയും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് 9 ന്യൂട്ടൺ പെർ എം സ്ക്വയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെർമിസിബിൾ ബെയറിംഗ് റെസിസ്റ്റൻസും ആക്ച്വൽ ബെയറിംഗ് റെസിസ്റ്റൻസും എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെക്ക് പെർമിസിബിൾ ബെയറിംഗ് പ്രഷർ ആൻഡ് ആക്ച്വൽ ബെയറിംഗ് പ്രഷർ. ഓക്കെ, പെർമിസിബിൾ ബെയറിംഗ് പ്രഷർ എന്ന് പറയുന്നത് 9 ന്യൂട്ടൺ പെർ എം സ്ക്വയർ. അത് ഈ 2 ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കണ്ടീഷനകത്ത് ലോവർ വാല്യൂ ആയിട്ട് എടുത്തു. നെക്സ്റ്റ് ആക്ച്വൽ ബെയറിംഗ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.750. ഓക്കെ, അപ്പം ഇത് തമ്മിലാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്?
ആക്ച്വൽ ബെയറിംഗ് പ്രഷർ ഇസ് ലെസ് ദാൻ പെർമിസിബിൾ. ഇവിടെ പെർമിസിബിൾ എന്ന് പറയുന്നത് എത്രയാണ്? 9ഉം ആക്ച്വൽ എന്ന് പറയുന്നത് 3.4ഉമാണ്. അതായത് നമ്മൾ കോളത്തിൻ്റെ കോൺക്രീറ്റിന് വരുന്ന ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ പ്രഷറും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായിട്ട് ആ കോൺക്രീറ്റിന് പറ്റും. കോളത്തിൽ നിന്ന് വരുന്ന ലോഡിനെ എല്ലാം സ്മൂത്തായിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ കഴിഞ്ഞ പ്രോബ്ലത്തിനകത്ത് നമ്മൾ ചെയ്തപ്പോൾ ഇത് എന്താണ്? ഗ്രേറ്ററാണ് ആക്ച്വൽ വന്നത് പെർമിസിബിളിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? ബാക്കിയുള്ള ലോഡിനെ എത്രയാണെന്ന് കണ്ടുപിടിച്ച് ആ ലോഡിനെ ട്രാൻസ്ഫർ ചെയ്ത് കോളത്തിനകത്ത് റീഇൻഫോഴ്സ്മെൻ്റ് ആണെന്ന് എഴുതി വെക്കുമായിരുന്നു. ഓക്കെ, അത് കണ്ടുപിടിക്കുകയും ചെയ്തു. പക്ഷെ കോളത്തിനകത്ത് റീഇൻഫോഴ്സ്മെൻറ്റ് ബാക്കിയുള്ള ലോഡിനെ എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറഞ്ഞ് എഴുതി വെച്ചു. ഇപ്പോൾ ഇവിടെ ആവശ്യമില്ല, കാരണം ആക്ച്വൽ എന്ന് പറയുന്നത് പെർമിസിബിളിനെക്കാട്ടി കുറവാണ്. അതുകൊണ്ട് കോളത്തിൻ്റെ കോൺക്രീറ്റിന് തന്നെ കോളത്തിൽ നിന്ന് വരുന്ന ലോഡിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് സേഫ് കണ്ടീഷൻ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡീറ്റെയിലിംഗ് ആണ്. ഡീറ്റെയിലിങ്ങിനകത്ത് വ്യത്യാസമൊന്നുമില്ല. ആദ്യം കോളം പ്ലസ് ഫൗണ്ടേഷൻ. കോളത്തിൻ്റെ റീഇൻഫോഴ്സ്മെൻ്റ് ഒന്നും ഇവിടെ കാണിച്ചിട്ടില്ല കേട്ടോ, പക്ഷെ ചുമ്മാ അതങ്ങ് വരച്ച് വെച്ചിരിക്കുന്നേ ഉള്ളൂ. കോളത്തിൻ്റെ റീഇൻഫോഴ്സ്മെൻ്റ് ഇതാണ്ട് ഈ പോർഷൻ ചുമ്മാ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചിരിക്കുന്നേ ഉള്ളൂ. ദെൻ താഴെ ഫൗണ്ടേഷൻ്റെ ബേസ്, ദെൻ ഫൗണ്ടേഷൻ, അതിനകത്ത് മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റും ഉള്ളിലേക്കുള്ള ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റും കാണിച്ചിട്ടുണ്ട്. നമുക്കൊരൊറ്റ റീഇൻഫോഴ്സ്മെൻ്റ് വാല്യൂ ഉള്ളൂ, 20 mm 5 bars at 250 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്, വേറെ ഒന്നുമില്ല. സോ അത് പ്ലാനിലേക്ക് കാണിക്കാം. ഓക്കെ, നടുക്കത്തെ കോളവും കാണിക്കുക. ഇങ്ങനെ കൊടുക്കുന്നതും രണ്ടും എത്ര തന്നെയാണ്? 20 mm 5 bars at 250 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സ്ക്വയർ ഫൂട്ടിങ്ങിൻ്റെ അത് വെച്ചിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ചിലതൊക്കെ സ്ക്വയർ ഫൂട്ടിങ്ങിൻ്റെ അതേ സ്റ്റെപ്പുകളും അതേ കോൺസെപ്റ്റുകളും തന്നെയാണ്. ആകെപ്പാടെ ഒരു വ്യത്യാസം വരുന്നത് ബെൻഡിങ് മൊമെൻറ്റും വൺ വേ ഷിയറും കണ്ടുപിടിക്കുമ്പോൾ പാരലൽ ടു എക്സ് ആക്സിസും പാരലൽ ടു വൈ ആക്സിസും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വൺ വേ ഷിയർ ചെയ്യുന്ന സമയത്തും പാരലൽ ടു എക്സ് ആക്സിസും പാരലൽ ടു വൈ ആക്സിസും ചെയ്യുന്നുണ്ട്. പിന്നെ ചെക്ക് ഫോർ വൺ വേ ഷിയർ. ഓക്കെ, അവിടെ ചെയ്യുമ്പോഴും നമ്മൾ ബി ചൂസ് ചെയ്യുന്നത് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യുക. അപ്പം ഏതാണോ നമ്മൾ എടുക്കുന്ന ആ ഒരു ഷെയ്ഡഡ് ഏരിയ അത് ഫസ്റ്റ് നിങ്ങൾ തിങ്ക് ചെയ്യുക. ഏതാണോ നമ്മൾ എടുക്കുന്ന ഷെയ്ഡഡ് ഏരിയ, ആ ഷെയ്ഡഡ് ഏരിയയ്ക്കകത്ത് കോളത്തിന് ഒരു ലെങ്ത്തും ഉണ്ട് ഒരു വിഡ്ത്തും ഉണ്ട്. ആ കോളത്തിൻ്റെ ലെങ്തിൻ്റെയും വിഡ്ത്തിലെയും ഏത് വാല്യൂ ആണ് അവിടെ വന്നേക്കുന്നത് ആ വാല്യൂവിനെ ബി ആയിട്ട് ചൂസ് ചെയ്യുക. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ ബി ചൂസ് ചെയ്യുന്നത് എല്ലായിടത്തും. അപ്പോൾ ആ കാര്യം മനസ്സിലുണ്ടായിരിക്കണം. നമുക്ക് ബി 3യും എടുക്കാം, ഇവിടെ 2.5 എടുക്കാം. പക്ഷെ 2.5 എടുക്കുന്നത് നമ്മൾ ഏരിയ ഓഫ് ഷെയ്ഡഡ് ഏരിയയുടെ ഷെയ്ഡഡ് ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ഷെയ്ഡഡ് ഏരിയയ്ക്കകത്ത് ഇപ്പം ചിലപ്പോൾ 2.5 into x എന്നായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ 2.5 എന്ന് പറയുന്ന ഫൗണ്ടേഷൻ്റെ ഒരു സൈഡാണ്. ഓക്കെ, അപ്പോൾ 2.5നെ ബി ആയിട്ട് എടുക്കുക. ഇനി 3 into x വരുന്നിടത്ത് എക്സ് ഒരിക്കലും ഫൗണ്ടേഷൻ്റെ ഒരു സൈഡല്ല, 3 പക്ഷേ ഫൗണ്ടേഷൻ്റെ ഒരു സൈഡാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് 3 വേണം ബി ആയിട്ട് എടുക്കാൻ. സോ അങ്ങനെയാണ് ബി സെലക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് റെക്റ്റാങ്കുലർ ഫൗണ്ടേഷൻ ചെയ്യുന്നത്. ബാക്കി ഇത് ഏത് പേജ് നമ്പറിലൊക്കെയാണ് കിടക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട്. അപ്പം ഈ ഒരു കോളത്തിൻ്റെ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനകത്ത് 0.45 FCK √A1/A2 ഒക്കെ ഏത് പേജ് നമ്പറിലാണ് കിടക്കുന്നത് എന്നുള്ളത് സ്ക്വയർ ഫൂട്ടിങ് എന്നുള്ള വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ പേജ് നമ്പറൊക്കെ എടുത്തിട്ട് വേണം അത് നോക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയോ? എല്ലാ കാര്യങ്ങളും സേഫ് ആണോ എന്ന് ചെക്ക് ചെയ്ത് പോവുക. സോ ഇങ്ങനെയാണ് റെക്റ്റാങ്കുലർ ഫൗണ്ടേഷൻ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ ആണോ? ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.